ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള തീരത്ത് 2 വലിയ ചരക്ക് കപ്പലുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ മലയാളികൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വളരെ വലിയൊരു പാരിസ്ഥിതിക ദുരന്തത്തിനാണ് നേരിടാനിടയായത്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ 2 സംഭവങ്ങളെയും പറ്റിയിട്ട് നോക്കാം. 2 ആഴ്ചത്തെ ഇടവേളകളിൽ പ്രധാനമായിട്ടും 2 അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ ഒന്നാമത്തെ ആക്സിഡന്റിനെ പറ്റി പറയാം. 2025 മെയ് 25-നാണ് ആദ്യത്തെ കപ്പൽ അപകടം നടക്കുന്നത്. അപകടത്തിൽപ്പെട്ട ഷിപ്പിന്റെ പേരെന്ന് പറയുന്നത് ലൈബീരിയൻ കാർഗോ ഷിപ്പ് MSC എൽസ 3 എന്നാണ്. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കൊച്ചിൻ പോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കേരള തീരത്ത് നിന്ന് ഏകദേശം 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു ഷിപ്പ് മറിയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഷിപ്പ് മറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഷിപ്പിന്റെ ഹോൾഡിൽ വെള്ളം കയറി. അപ്പൊ അതിനെ തുടർന്ന് ഷിപ്പിനൊരു ടിൽറ്റ് ഉണ്ടായി. അതായത് ഒരു ചെരിവ് സംഭവിച്ചു. അങ്ങനെ ഇത്രയധികം കണ്ടെയ്നറൊക്കെ ഉള്ള ഒരു കാർഗോ ഷിപ്പാണ്. അപ്പോൾ ആ ചെരിവ് ഉണ്ടായതിനെ തുടർന്ന് ഷിപ്പ് പൂർണ്ണമായിട്ടും മറിയുകയാണ് ഉണ്ടായത്. അതിൽ ഹോൾഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചരക്ക് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഡെക്കിന് താഴെ വരുന്ന ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനെയാണ് ഹോൾഡ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഷിപ്പിന്റെ ബല്ലാസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ തകരാറാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്നതിനും ചെരിയുന്നതിനും ഒക്കെ കാരണമായത്. ഇതേ തുടർന്ന് 2025 മെയ് 29-ന് കേരള ഗവൺമെന്റ് ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ഷിപ്പിൽ അപകടകരമായ 13 കണ്ടെയ്നർ ഉൾപ്പെടെ 640ഓളം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. പല രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൽ വളരെ അപകടകരമായ കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. ഇതൊരു എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഈ കാൽസ്യം കാർബൈഡ് കടൽ വെള്ളവുമായിട്ട് ശക്തമായി പ്രതിപ്രവർത്തിച്ച് അസറ്റിലീൻ എന്ന് പറയുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കും. കടലിൽ കത്തുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയൊക്കെ ഇത് ഉളവാക്കും. കൂടാതെ ഇതിൽ നിന്ന് കുറേ മൈക്രോ പ്ലാസ്റ്റിക്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കേരളത്തിൻ്റെ പല തീരങ്ങളിലും ഈ ഒരു പ്ലാസ്റ്റിക് ബീഡ്സ് ഒക്കെ വന്ന് അടിഞ്ഞതായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഫുഡ് ചെയിനിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ദോഷമാണ്. ഇത് കൂടാതെ കപ്പലിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഷിപ്പ് ആക്സിഡന്റിനെ പറ്റിയിട്ട് നോക്കാം കേട്ടോ. 2025 ജൂൺ 9-നാണ് രണ്ടാമത്തെ ആക്സിഡന്റ് നടക്കുന്നത്. ഷിപ്പിന്റെ പേരെന്ന് പറയുന്നത് MV വാൻഹായ് 503. ഇതൊരു സിംഗപ്പൂർ ഷിപ്പാണ്. ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൽ നിന്ന് ഇന്ത്യയിലെ മുംബൈയിലുള്ള നവാഷെവ പോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ഒരു കപ്പലിൽ ഫയർ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. കേരള തീരത്തിലെ അഴീക്കലിൽ നിന്ന് ഏകദേശം 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു ഷിപ്പ് ഇന്റേണൽ ഫോൾട്ട് കാരണം ഫയർ ആക്സിഡന്റിൽ പെടുന്നത്. ഈ ഒരു ഷിപ്പിലാകട്ടെ ഏകദേശം 1754 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ 140-ലധികം കണ്ടെയ്നറുകളിലും അപകടകരമായ രാസവസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഈ ഷിപ്പ് തീ പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് പല കളറിലുള്ള പുകയാണ് പുറത്തു വിട്ടിരുന്നത്. അതായത് തവിട്ട്, വെള്ള, ചാരനിറം, കറുപ്പ് നിറം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കലുകൾ ഒരേ സമയം കത്തുന്നതിൻ്റെ സൂചനയാണിത്. നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ വളരെയധികം ഈ ഒരു തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കപ്പലിലെ എല്ലാ ജീവനക്കാരെയും രക്ഷിച്ചു. അതായത് ആദ്യത്തെ കപ്പലിലാണെങ്കിലും രണ്ടാമത്തെ കപ്പലിലെയും ജീവനക്കാരെ എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കപ്പലിൻ്റെ കേസിൽ തീ നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കപ്പലിനെ താൽക്കാലികമായിട്ടൊരു 45 നോട്ടിക്കൽ മൈലിലേക്ക് നീക്കും. എന്നിട്ട് അവിടെ അതിനെ സ്റ്റേബിളാക്കി നിർത്തും. അപ്പോൾ 45 നോട്ടിക്കൽ മൈൽ അകലെ ആകുമ്പോൾ കടലിൻ്റെ ആഴം എന്ന് പറയുന്നത് 1 കിലോമീറ്ററിലധികമാണ്. അതുപോലെ തന്നെ തീരത്തുനിന്നുള്ള ദൂരവും കൂടുതലാണ്. ഇത്തരത്തിൽ മാറ്റി നിർത്തുമ്പോൾ തീരപ്രദേശത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറിയ തോതിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ആ ഒരു കടലിലും അതുപോലെ തന്നെ അതിൻ്റെ ആവാസവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഇതുവഴി പരിഹരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും എണ്ണ ചോർച്ചയാണ് അതിന് കാരണം, അല്ലെങ്കിൽ ഓയിൽ സ്പിൽ ടു ഓഷൻ. അപ്പം എന്താണ് ഈ എണ്ണ ചോർച്ച? പ്രകൃതി ദുരന്തവും മനുഷ്യൻ്റെ പ്രവർത്തനം മൂലമൊക്കെ പരിസ്ഥിതിയിലേക്ക്, പ്രത്യേകിച്ച് സമുദ്ര പ്രദേശങ്ങളിലേക്ക് ദ്രാവക പെട്രോളിയവും അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസൊക്കെ പുറത്തുവിടുന്നതിനെയാണ് നമ്മൾ എണ്ണ ചോർച്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷിപ്പ് ആക്സിഡൻറ്റ്സ് തന്നെയാണ്. ഇത് കൂടാതെ ഓഫ് ഷോർ പ്ലാറ്റ്ഫോംസിൽ നിന്നും ഡ്രില്ലിംഗ് റിങ്സിലൂടെയൊക്കെ സമുദ്രത്തിലേക്ക് ഇത്തരത്തിലെ എണ്ണ എത്താറുണ്ട്. ഈ എണ്ണയ്ക്ക് പ്രധാനമായിട്ടും സാന്ദ്രത കുറവായതിനാൽ ഇത് വളരെ വേഗത്തിൽ ജലോപരിതലത്തിൽ ഒരു പാളി പോലെ രൂപപ്പെടും. അപ്പോൾ ഈ ഒരു പാളി സൂര്യപ്രകാശത്തെ തടയും.
അതിൻ്റെ ഫലമായിട്ട് സമുദ്ര സസ്യങ്ങളിലും അതുപോലെ തന്നെ ഫൈക്കോ പ്ലാങ്ക്ടണിലൊക്കെ പ്രകാശ സംശ്ലേഷണത്തെ ഇത് ബാധിക്കും. സമുദ്രജീവികളുടെ നിലനിൽപ്പിനെയും ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഹൈപ്പോതേർമിയ എന്ന് പറയും. അതായത് ബേർഡ്സിലും മാമൽസിലും ഒക്കെ ഈ ഓയിൽ അവരുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിട്ട് അവരുടെ വാട്ടർ പ്രൂഫിങ്ങും അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് എബിലിറ്റിയും ഒക്കെ കുറയ്ക്കും. ക്രമേണ അത് അവരുടെ മരണത്തിനും നിലനിൽപ്പിനും തന്നെ അപകടം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമുക്കറിയാലോ, ഈ സമുദ്ര മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വളരെയധികം ഹെൽത്ത് ഹസാർഡിന് ഇത് കാരണമാകും അതിൻ്റെ കണ്ടാമിനേഷൻ കൊണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ചതുപ്പുകളെയും കണ്ടൽ കാടുകളിലെയും ഒക്കെ ആവാസ വ്യവസ്ഥയെ ഇത് വളരെ രൂക്ഷമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ ഒരു മേഖലയിലെ ടൂറിസത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് ഈ പറയുന്ന എണ്ണ ചോർച്ച കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എണ്ണ ചോർച്ച തടയുന്നതിനും കൂടാതെ കപ്പലുകളിൽ നിന്നുള്ള മലിനീകരണമൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റികളെ പറ്റിയിട്ടൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മാർപോൾ ട്രീറ്റി 1973, ഇൻ്റർനാഷണൽ കൺവെൻഷൻ പ്രിവെൻറ്റിംഗ് മറൈൻ പൊല്യൂഷൻ ഫ്രം ഷിപ്സ് ഫീച്ചറിങ് കോംപ്രിഹെൻസീവ് അനക്സസ് സ്പെഷ്യലി അഡ്രസ്സിങ് ദ ഓയിൽ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ കൺട്രോൾ. അപ്പോൾ ഇത്തരത്തിൽ ഓയിൽ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഇൻ്റർനാഷണൽ ലെവലിൽ വന്ന ഒരു ട്രീറ്റിയാണ് മാർപോൾ ട്രീറ്റി 1973. ഇന്ത്യ ഈ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ള അംഗരാജ്യമാണ്. അടുത്തതാണ് ബങ്കർ കൺവെൻഷൻ ഓഫ് 2001. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ദ ഷിപ്പ് ഓണേഴ്സ് ലയബിൾ ഫോർ ബങ്കർ ഓയിൽ പൊല്യൂഷൻ, എൻഷുർ കോംപ്രിഹെൻസീവ് വിക്ടിം കോമ്പൻസേഷൻ ആൻഡ് മാൻഡേറ്റ് കമ്പൽസറി ഇൻഷുറൻസ് കവറേജ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിക്ടിംസിനൊക്കെ ഒരു ഇൻഷുറൻസ് കവറേജും കോമ്പൻസേഷനും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ളതാണ് ബങ്കർ കൺവെൻഷൻ എന്ന് പറയുന്നത്. 2015 ഇന്ത്യ ഈ ഒരു ട്രീറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ പറയുന്ന ബങ്കർ കൺവെൻഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ കീഴിലാണ്. ഇനി ഇന്ത്യ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമതാണ് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് ഓഫ് 1958. ഇറ്റ് റെഗുലേറ്റ്സ് ഷിപ്പിംഗ് ഇൻക്ലൂഡ് പൊല്യൂഷൻ കൺട്രോൾ പ്രൊവിഷൻ ആൻഡ് അഡോപ്റ്റ് മാർപോൾ കൺവെൻഷൻ ഫോർ കോംപ്രിഹെൻസീവ് മാരിടൈം ഗവേണൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് ആക്ടാണ് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഓൺ ഷിപ്പുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഇൻ്റർനാഷണൽ ഷിപ്പുകൾക്കും ഈ ഒരു നിയമം ബാധകമാണ്. അടുത്തതാണ് നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കണ്ടിൻജൻസി പ്ലാൻ 1996. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കോർഡിനേറ്റ് ഓയിൽ സ്പിൽ റെസ്പോൺസ് ഇൻ ഇന്ത്യാസ് മാരിടൈം സോൺസ് ആസ് എ നോഡൽ ഏജൻസി. അപ്പോൾ ഇത്തരത്തിലുള്ള ഓയിൽ ലീക്കേജ് വരുമ്പോൾ ആദ്യമേ പ്രവർത്തിക്കുന്ന ഒരു നോഡൽ ഏജൻസിയാണ് നമ്മൾ പറയുന്ന കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എണ്ണ ചോർച്ചയെ പറ്റി പറഞ്ഞു. അപ്പോൾ എണ്ണ ചോർച്ച ഉണ്ടാകുന്നത് വഴിയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി എണ്ണ ചോർച്ച ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടി, അതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമെന്ന് നോക്കാം. അതിലൊന്നാമതാണ് ബയോ റെമിഡിയേഷൻ. ഇതിൽ യൂസ് ഓഫ് ഓയിൽ ഡിഗ്രേഡിങ് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഓയിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസിനെ യൂസ് ചെയ്യുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതാണ് കണ്ടെയ്ൻമെൻറ്റ് ബൂംസ് എന്ന് പറയുന്നത്, അതായത് ഫ്ലോട്ടിംഗ് ബാരിയേഴ്സ് ദാറ്റ് സ്റ്റോപ്പ് ഓയിൽ ഫ്രം സ്പ്രെഡിങ് ഫർദർ ഓയിൽ. അടുത്താണ് സ്കിമ്മേഴ്സ് എന്ന് പറയുന്നത്, മെഷീൻസ് ദാറ്റ് റിമൂവ് ഓയിൽ ഫ്രം വാട്ടർ സർഫസ്. അടുത്തത് സോർബൻസ്, മെറ്റീരിയൽ ലൈക്ക് സ്ട്രോ, വോൾക്കാനിക് ആഷ് ഓർ സിന്തറ്റിക് ഫൈബേഴ്സ് സോക്കപ്പ് ഓയിൽ. അടുത്തതാണ് ഡിസ്പേഴ്സൻസ്. ഈ ഡിസ്പേഴ്സൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെമിക്കൽസ് ആണ് ദാറ്റ് ബ്രേക്ക് ഓയിൽ ഇൻ ടു സ്മോൾ ഡ്രോപ്സ്. അപ്പോൾ ഓയിലിനെ ചെറിയ ഡ്രോപ്പ് ആക്കിയിട്ട് ക്രമേണ അതിനെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യിക്കുന്ന രീതിയാണ് ഡിസ്പേഴ്സൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നോക്കാനുണ്ട്. MSC എൽസ എന്ന് പറയുന്ന ഷിപ്പ് മുങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 9531 crore ആണ് ആ പറയുന്ന ഒരു കോമ്പൻസേഷൻ നമ്മുടെ കേരള ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്തത്. അതിൽ എൻവയോൺമെൻറ്റൽ ഡാമേജ് ഉണ്ട്, അതുപോലെ തന്നെ റീമീഡിയേഷൻ എഫേർട്സ്, അതായത് ഓയിൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, അതുപോലെ തന്നെ ലോസസ് ടു ഫിഷർമാൻ, ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു എസ്റ്റിമേറ്റിൽ ഇത്രയധികം നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ലഭിക്കുക എന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു MSC എൽസ 3 അപകടത്തിൽ പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ പത്രത്തിലൊരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. കേരള ഹൈക്കോർട്ട് ഓർഡേഡ് കണ്ടീഷണൽ അറസ്റ്റ് ഓഫ് ലൈബീരിയൻ കണ്ടെയ്നർ, അതായത് MSC എന്ന് പറയുന്ന കപ്പൽ കമ്പനിയുടെ 1-2 മറ്റ് ഷിപ്പുകളെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർനാഷണൽ ഷിപ്പ്
ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കേരള ഹൈക്കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുമോ? ഇവിടെയാണ് അഡ്മിറാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം വരുന്നത്. ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഓഫ് ലോ ഓവർ കേസസ് കൺസേണിങ് ഷിപ്പ് ഓർ ദ സീ ആൻഡ് അതർ നാവിഗബിൾ വാട്ടേഴ്സ്. അതായത് ഇത്തരത്തിൽ ഷിപ്പുകൾ അപകടത്തിൽ പെടുമ്പോൾ ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് അഡ്മിറാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ജൂറിസ്ഡിക്ഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് മാരിടൈം ക്ലെയിംസ് ആക്ട് 2017 കീഴിലാണ് ഈ ഒരു ലോ വരുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 12 നോട്ടിക്കൽ മൈൽസ് ഓഫ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഇൻക്ലൂഡ് സീബെഡ്, സബ്സോയിൽ, എയർ സ്പേസ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഓയിൽ സ്പില്ലുകളും അതുപോലെ കപ്പലപകടങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് കോടതിക്ക് കേസെടുക്കാനും അതുപോലെ തന്നെ നഷ്ടപരിഹാര തുക ഈ പറയുന്ന കൺസേൺഡ് സ്റ്റേറ്റിന് വാങ്ങിക്കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് അഡ്മിറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ MSC ELSA 3യുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഷിപ്പ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ അഡ്മിറാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ഷിപ്പ് ആക്സിഡൻറ്റിനെ പറ്റിയും അതുമൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും അതെങ്ങനെ നമുക്ക് നേരിടാം എന്നതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനെഡ്യൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്